ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എന്തിനാ വന്നതെന്ന് ചെറിയൊരു ഊഹം ഉണ്ടാവും. വേറെ ഒന്നുമല്ല, മോൾഡോവയിൽ ക്രിസ്മസ് ഭയങ്കര ഒരു ഗ്രാൻഡ് സെലിബ്രേഷനാണ്. ആൻഡ് ഒരു യൂറോപ്യൻ രാജ്യമാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 o'clock ശേഷം ഇവിടെ ഇരുട്ടാവും. അപ്പോൾ വരുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ ഈ വിൻഡോസ് ആയിട്ടുണ്ടല്ലോ, ഇവിടെ മൊത്തം ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം എനിക്കും അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ തെമ്മുവിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ കുറച്ച് തിരക്ക് കാരണം അത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ചെയ്തില്ലെങ്കിൽ വഴുകും. അങ്ങനെ ഇത് ഓൾറെഡി ഞാൻ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് സ്റ്റിക്കർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു നമ്മൾ വെള്ളം വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇത് ഓരോന്നും വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചിട്ട് റെസ്റ്റ് ഓഫ് ദ വാട്ടർ നമ്മളിങ്ങനെ കളയും. അങ്ങനെയാണ് ഇത് ഒട്ടിച്ചത്. അതുകൊണ്ട് സ്റ്റിക്കർ ഒരു ഗ്ലൂവോ പശയോ ഒന്നും ഇല്ലാതെ ഒട്ടിച്ചതാണ്. അതുകൊണ്ട് കേടുപാടൊന്നും ഉണ്ടാവില്ല. ഈ ജനൽ മൊത്തം അങ്ങനെ ചെയ്തു. പിന്നെ ഇതൊക്കെ ഓൾറെഡി ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ട്രീ ആണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ട്രീ ഞാൻ വാങ്ങിയതല്ല, ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൽ. ഐ എം പ്ലാനിങ് ടു കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വെക്കണമെന്നുണ്ട്. ഇവഞ്ച്വലി ഞാനത് ഓരോന്നോരോന്ന് ചെയ്യും. ഇപ്പോൾ നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം അത് ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് വൺ ഈ പറഞ്ഞ പോലെ സ്റ്റിക്കറാണ്. പിന്നെ ഇത് ആക്ച്വലി ഞാനത് എവിടെ വെക്കും ഇടും എന്ന് വിചാരിച്ചിട്ടല്ല വാങ്ങിയത്. കണ്ടോ, സ്ട്രിപ്പാണ്. ഞാനിത് എവിടെയൊക്കെ ഇടണം എന്നുള്ളത് ചിന്തിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വാങ്ങിയത് എന്തൊക്കെയാണ് ഇത് കണ്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഫോട്ടോയിൽ കണ്ടത് ഈ ഓരോ ബോവും എടുത്തിട്ട് ഇതിൽ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ വെക്കും. ഇതല്ലാതെ ഞാൻ വേറെയും ബോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വേറെ ബോ. നല്ല രസമുണ്ട്. സെയിം ടൈപ്പ്. ഇത് ഞാൻ ട്രീയിലും എല്ലായിടത്തും ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് വെച്ചാൽ. ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. എല്ലായിടത്തും ഇങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷെ ഞാൻ തെമൂന്നാണ് വാങ്ങിയത്. കുറച്ചും കൂടെ ചീപ്പായിട്ട് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഞാൻ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാം, വലിയ വിലയൊന്നും ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ. സോ അഗൈൻ ബോൾസും ഇങ്ങനെ ഇതിൽ തൂക്കാൻ വേണ്ടിയിട്ട്. അതിനടുത്ത സാധനം ഇതാ ഈ ലൈറ്റാണ്. ഞാനിത് ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിൽ ആക്ച്വലി ബാറ്ററി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ. ജസ്റ്റ് കാണിക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബോൾസ് ഇടാമെന്ന് വെച്ചു. ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബോസും കൂടെ വയ്ക്കാനുണ്ട്. അപ്പോൾ പിന്നെ ലൈറ്റ്സും. അപ്പോൾ അപ്പോഴത്തെ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതും കൂടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഇത് ബോ ആണ് വെക്കാനുള്ളത്. ഇത് ഇവിടെ വെച്ച് നോക്കട്ടെ. നല്ല രസമല്ലേ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടെ കോൺട്രാസ്റ്റിങ് നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാനിത് ഒന്ന് ട്രയൽ നോക്കിയതാണ്, ഇങ്ങനെ വെക്കണോ എങ്ങനെ വെക്കണം എന്നുള്ളത്. ഞാൻ മുകളിൽ ഒന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ സ്റ്റാറും ഇതൊക്കെ തൂക്കുന്നതല്ല മണ്ടയ്ക്ക് വെക്കുന്നത്. പക്ഷേ ഞാൻ സ്റ്റാർ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. സ്റ്റുഡൻറ്റ് ലൈഫാണല്ലോ. കാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ല് എണ്ണാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഷോർട്സിൽ ഞാനത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നാളെയെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ഞാൻ ആ ഷോർട്സ് ഇടുന്നത് തന്നെ. ഇവിടെ എന്തെങ്കിലും ഒരു കുട്ടിയായിട്ട് ഒരു അത്ര ബഡ്ജറ്റ് ഇല്ലാത്തൊരെണ്ണം വാങ്ങണം. കാര്യത്തിൽ നിന്ന് പോകുന്നതിന് മുന്നേ ബോ വയ്ക്കാം. ഇതെങ്ങനെയുണ്ട് ഇങ്ങനെ? അല്ലെങ്കിൽ ഓരോന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ വയ്ക്കാം. വിച്ച് ഇസ് ബെറ്റർ? ഇങ്ങനെ ഇടയിലാണോ ഇതാണോ? ഞാൻ എന്നെ കൺഫ്യൂസ്ഡാണ്. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ബോൾസിൻ്റെ മണ്ടയ്ക്കിനെ വെക്കുമ്പോൾ ഒരു കൺജസ്റ്റഡ് ആയ ഒരു ഫീലുണ്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ച് നോക്കാം. എങ്ങാനും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാമല്ലോ. അങ്ങനെ ബോ ഒക്കെ ഞാൻ വെച്ചു. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം വാങ്ങാമെന്ന് എന്തെങ്കിലും ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ തൽക്കാലം ഒരു ഭംഗിക്ക് നല്ല രസമല്ലേ ഇപ്പം കാണാൻ മൊത്തത്തിൽ.
ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതാണ്. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ലൈറ്റ്. അങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തെമൂല സാധനമാണ്. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും നമ്മൾ നമ്പാൻ പാടില്ല. പക്ഷേ എത്രയാണോ ഇത് വർക്കാവുന്നത് അത്രത്തോളം അത് പോവട്ടെ. ഞാൻ ഇനി ഇതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രീൻ്റെ ഡെക്കറേഷൻ്റെ ഫൈനൽ. നല്ല ഗംഭീരമായിട്ട് ട്രീ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഈ വിൻഡോൻ്റെ സൈഡിൽ കൂടെ ഇത് വയ്ക്കാമെന്ന് വെച്ചു. കാരണം 2 സ്ട്രിപ്പ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചു തരാം. സൈഡിലുള്ള ഡെക്കറേഷനും വെച്ചു. ഇതിൽ ഞാൻ ബോ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ടൂ മച്ച് ബോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നൈറ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിലെന്തെങ്കിലും സജഷൻസ്, ഈ ചെയ്തതിൽ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ. ആൻഡ് ഞാൻ കുറച്ച് കൂടുതൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കും. സോ ബൈ.